ഞാൻ സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റേ പാടിക്കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന മമ്മൂട്ടി പടത്തിന് വേണ്ടിയിട്ട് ബിജിബാൽ സംഗീതം നൽകിയ ഒരു പാട്ട് പാടാൻ ഭാഗ്യം ലഭിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നടൻ എന്ന ചിത്രത്തിന് വേണ്ടി പാട്ട് പാടുന്നത്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട് സാറിൻ്റെ ചിത്രം ഫഹദ് ഫാസിൽ നായകനായിട്ട് അഭിനയിച്ച ഒരു ഇന്ത്യൻ പ്രണയകഥ, ആ ചിത്രത്തിന് വേണ്ടി പാടുവാൻ വലിയൊരു ഭാഗ്യമുണ്ടായി. ആ ഗാനവും രചിച്ചത് റഫീഖ് അഹമ്മദാണ്. സംഗീതം പകർന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാസാഗർ സാറാണ്. അതും വലിയൊരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി പാടാൻ നിൽക്കുന്നതും വർഷപല്ലകി എന്ന സ്റ്റുഡിയോ മദ്രാസിൽ, അതൊക്കെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇപ്പോഴും സന്തോഷത്തോടു കൂടി അല്ലെ മനസ്സ് നിറഞ്ഞ് ഓർക്കാൻ കഴിയുന്ന കുറേ രംഗങ്ങളാണ് മനസ്സിലുള്ളത്. ഈ പാട്ട് ഞാനാണ് പാടിയിരിക്കുന്നതെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതിന് കാരണം സത്യൻ അന്തിക്കാട് സാറും വിദ്യാസാഗർ സാറും അവരൊരുമിച്ചിരുന്നിട്ട് വോയിസിൻ്റെ ടോൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പല ടോണിൽ ഞാൻ പാടി കേൾപ്പിച്ചു. അങ്ങനെ അതിൽ ഒരു ടോണിലാണ് ഞാൻ പാട്ട് അവർ പറഞ്ഞത് അനുസരിച്ച് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം എൻ്റെ ശരിക്കുമുള്ള ശബ്ദമായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. പലരും തിരിച്ചറിഞ്ഞില്ല. ആ ഗാനം ഇതാണ്. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, മാളോര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോരെ കാല് തൊട്ട് തലയിൽ വയ്ക്കണം, നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്, ഇന്നും ജേതാവ്, നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്, എന്നും ജേതാവ്. ഞാൻ ഈ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗായകനെ തന്നെ വീണ്ടും തുടർന്നു. മിമിക്രിയൊക്കെ ഒന്ന് വിട്ടിട്ട് പാട്ടിലോട്ട് കൂടുതലും ശ്രദ്ധ പതിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് PG ഡിപ്ലോമ കോഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയത്. ആ സമയത്തെല്ലാം തന്നെ ഞാൻ ഗാനമേളകൾ ഒരുപാട് ചെയ്യുമായിരുന്നു. അതിന് പ്രധാന കാരണം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട KP ഉദയഭാനു എന്ന പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും കാരണമാണ്. അദ്ദേഹത്തിൻ്റെ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള സംഗീത സംഘം, അതിനകത്ത് ഒരംഗമാകാൻ എനിക്കും കഴിഞ്ഞു. വളരെ ജൂനിയറായ ഞാനും ഒരു അംഗമായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചു. അതെൻ്റെ വലിയൊരു ഭാഗ്യമാണ്. സംഗീത വഴിയിൽ തന്നെ ഒരു വേർതിരിവായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും. അന്ന് ഈ ഓൾഡ് ഈസ് ഗോൾഡിൽ പാടിയിരുന്നത് ഉദയഭാനു ചേട്ടനോടൊപ്പം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട P. ലീല ചേച്ചി, അതുപോലെ കമുക്കറ പുരുഷോത്തമൻ സാറ്, പിന്നെ KPSC സുലോചന ചേച്ചി, CO ആൻഡോ എന്നറിയപ്പെടുന്ന പ്രശസ്ത ഗായകൻ ആൻഡോ ചേട്ടൻ, അതുപോലെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണെങ്കിൽ ജിക്കി എന്ന് പറയുന്ന ജിക്കി അമ്മ, വസന്ത അമ്മ, ഇവരൊക്കെ പാടാൻ വരുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഘത്തിലാണ് എനിക്കും ഒരവസരം ഉണ്ടായത്. എന്നോടൊപ്പം തന്നെ P. സുശീലാദേവി എന്ന പ്രശസ്ത ഗായിക, അതുപോലെ കല്ലറ ഗോപൻ, ശ്രീകാന്ത് ശ്രീകാന്ത് എന്ന ഗായകൻ, അതുപോലെ രാധാകൃഷ്ണൻ, MS നസീം ചേട്ടനെ ഒരിക്കലും മറക്കാൻ പാടില്ല. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. MS നസീം ചേട്ടൻ. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ഗായകരോടൊപ്പമാണ് എനിക്കും ഒരവസരം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേദികളിൽ അത്തരത്തിലുള്ള പാട്ടുകൾ എനിക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. ഞാൻ കൂടുതലും പാടിയിരുന്നത് നാടക ഗാനങ്ങൾ, അതും ദേവരാജൻ മാഷ് ഈണം പകർന്ന് അദ്ദേഹം തന്നെ പാടിയ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പുറത്തിറങ്ങിയ നാടക ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. അതായത് പൊന്നരിവാൾ അമ്പിളിയില കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലില വാടി നിൽക്കും
വാടി നിൽക്കുന്നോളേ. ഇതുപോലുള്ള പാട്ടുകൾ. പിന്നെ മെഹബൂബ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഉത്തമനായിട്ടുള്ള ഗായകൻ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അദ്ദേഹത്തിൻ്റെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും, നോക്കി വച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. ഇങ്ങനെയുള്ള ഒട്ടനവധി പാട്ടുകളാണ് ഞാൻ അവതരിപ്പിച്ചിരുന്നത്. ആ ഒരു കാലം തീർച്ചയായിട്ടും സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന ചിത്രത്തിന് വേണ്ടി ബിജുപാൽ ചെയ്തൊരു പാട്ട് ഞാൻ പാടിയിരുന്നല്ലോ. അദ്ദേഹം എന്നെ രണ്ടാമതും ഒരു ചിത്രത്തിന് വേണ്ടി പാടുവാൻ ക്ഷണിച്ചു. അത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് വളരെ പെട്ടെന്നാണ് ആ പാട്ട് തയ്യാറാക്കി, വളരെ പെട്ടെന്നായിരുന്നു റെക്കോർഡിങ് ചെയ്ത് എടുത്തത്. അത് നല്ലൊരു പാട്ടായിരുന്നു. ഓർമ്മപ്പൂവേ പോരു ഓമൽ പൂവേ പോരു ആരും കാണാതെ ഓൺലൈൻ ചാറ്റിൻ കാറ്റിൽ എന്ന് പറയുന്ന അത്തരത്തിലെ ഇപ്പോഴത്തെ ആൻഡ്രോയിഡും മൊബൈലും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ടേംസ് വെച്ചിട്ടുള്ള നല്ല രസകരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതും ഒരുപാട് വേദികളിൽ എനിക്ക് പാടുവാൻ അവസരമുണ്ടായി. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ രജനി വീട്ടമ്മയാണ്, സംഗീതാസ്വാദകയാണ്, സംഗീതജ്ഞയല്ല. എന്നാലും പാട്ടിനെ അവലോകനം ചെയ്യാനൊക്കെ ഉള്ളൊരു മിടുക്കുണ്ട്. ഞങ്ങൾക്ക് ഒരു മകളാണ് കാഞ്ചന. ഇപ്പോൾ സംഗീതം ഐച്ഛിക വിഷയമായിട്ട് MAയും MPhil കഴിഞ്ഞു. രണ്ടിനും BAയും MAയും ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് പാസ്സായത്. മോൾക്കും പാട്ടിനോട് നല്ല ആഭിമുഖ്യമുണ്ട്. പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പാട്ട് പഠിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. മോളുടെ കല്യാണം കഴിഞ്ഞു. ശ്രീനാഥ് നായർ എന്നാണ് മരുമകൻ്റെ പേര്. അദ്ദേഹവും നല്ലൊരു സംഗീതജ്ഞനാണ്, നല്ലൊരു കീബോർഡിസ്റ്റാണ്. രണ്ടുപേരും 100% സംഗീതത്തിൽ മുഴുകിയാണ് അവരുടെ ജീവിതം. മകള് കാഞ്ചന ആദ്യകാലത്ത് ഒരു സിനിമയിൽ ആദ്യമായിട്ട് പാടിയ ഒരു അനുഭവം, ചിത്രക്കുഴൽ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. കുട്ടികളുടെ ചിത്രമാണ്. അന്ന് മോള് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്നു. എനിക്ക് കണ്ണൂർ നിലയത്തിലായിരുന്നു ട്രാൻസ്ഫർ ആയിപ്പോയത് ഞാൻ. അതിനുശേഷം കണ്ണൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷമായിരുന്നു അപ്പോൾ മോളുടെ കാര്യം ആരൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. നമ്മുടെ പാട്ടൊക്കെ പാടും. അങ്ങനെ വോയിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് വിട്ടു. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം വോയിസ് അത് സെലക്ട് ചെയ്യണമെന്നില്ല, വേറെയും കുട്ടികളുടെയൊക്കെ പരീക്ഷിച്ച് കാണണമല്ലോ. അതങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഒരു 7-8 മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം നിലയത്തിൽ ആകാശവാണിയിൽ ഞാനവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഡ്യൂട്ടി റൂം എന്ന് പറയും, അതിനകത്തുനിന്ന് ഒരു കോള് വന്നു. ഒന്ന് ഡ്യൂട്ടി റൂം വരെ വരണം എന്ന്. നോക്കുമ്പോൾ അവിടെ ഒരു മാന്യദ്ദേഹം ഇരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ആകാശവാണിയിൽ ഒരു ഉദ്യോഗസ്ഥനായ ഒരാളുടെ മകള് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി, പുള്ളി പ്രൊഡ്യൂസറായിരുന്നു, എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പാടി. ആ കുട്ടിയുടെ പേര് എനിക്കൊന്ന് അറിയണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പറയും, എൻ്റെ പേര് ശ്രീറാം എന്നാണ്. അതെ, ഒരു കുട്ടി പാടിയിരുന്നു. അപ്പോൾ ഞാൻ പറയും കാഞ്ചന. ശരിയാണ് കാഞ്ചന. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ചിത്രക്കുഴൽ എന്നാണ് ചിത്രത്തിൻ്റെ പേരെന്നൊക്കെ അപ്പോഴാണ് അറിയുന്നത്. ഈ പടം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രം റിലീസായി അത് ഈ അവാർഡിനൊക്കെ പരിഗണിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് വേണം പാട്ടിൻ്റെ. അങ്ങനെ അന്വേഷിച്ച് വന്നതാണ് ഒരു CD ആകാശവാണിക്ക് നൽകാനുമായിട്ട്. അപ്പോഴാണ് അറിയുന്നത് മോളും ഈ ചിത്രത്തിന് വേണ്ടി പാടിയെന്നുള്ളത്. കാവാലം നാരായണപ്പണിക്കർ സാറിൻ്റെ വരികളായിരുന്നു. അങ്ങനെ മോൾ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത് ചിത്രക്കുഴൽ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. പിന്നീട് കവിയുടെ ഓസ്യത്ത് എന്നുള്ള ചിത്രം ശ്രീ രാജകൃഷ്ണൻ സാറിൻ്റെ, അതിൽ ഞാനും മോളും പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗപ്പി എന്ന ചിത്രത്തിന് വേണ്ടി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലെ പ്രയർ സോങ് പാടിയിരിക്കുന്നത് മോളാണ്. അങ്ങനെ കുറേ ആ കാലത്ത് ചിത്രങ്ങൾ പാടി. ഇപ്പോൾ ഈ അടുത്തിടെ 2-3 ചിത്രങ്ങൾക്ക് വേണ്ടി മോള് ശബ്ദം നൽകിയിട്ടുണ്ട്. വളരെ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ പാടിയിരിക്കുന്നത് ഇപ്പോൾ വളരെ വിവാദമായ ചിത്രമുണ്ടല്ലോ, ജാനകി JSK, ആ ചിത്രത്തിന് വേണ്ടി മോള് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ
എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് കഥകളാണ്. ആകാശവാണി കഥകൾ ഇനിയും ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ആമുഖം യൂട്യൂബ് ചാനലിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിക്കുന്നു, എൻ്റെ ഈ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഒരു അവസരം നൽകിയതിൽ. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും സ്വസ്ഥമായും സൗഖ്യമായും ഇരിക്കട്ടെ, ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി സുമനസ്സുകളായി ജീവിക്കട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി.